ടി.പി. വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് സർക്കാർ നീക്കം നടത്തുന്നു. കൊലയാളി സംഘത്തിലെ 3 പേരെ വിട്ടയക്കാനാണ് സർക്കാരിന്റെ നീക്കം. സംഭവത്തിൽ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിന് അയച്ച കത്തിന്റെ പകർപ്പ് പുറത്തായി. ഹൈക്കോടതി വിധി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഗവർണറെ സമീപിക്കുമെന്ന് കെ രമ MLA ജനം ടിവിയോട് പറഞ്ഞു. ഹൈക്കോടതി വിധി മറികടന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘത്തിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കവുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. 3 പേരെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനാണ് സർക്കാർ തീരുമാനം. പ്രതികളായ ടി.K. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരാണ് പട്ടികയിലുള്ളത്. ശിക്ഷാ ഇളവിന് മുന്നോടിയായി പ്രതികളുടെ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞതായാണ് വിവരം. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് പോലീസിന് കത്ത് നൽകിയത്. ഇളവില്ലാതെ ജീവപര്യന്തം തടവിന് ഹൈക്കോടതി പ്രതികളെ ശിക്ഷിച്ചിരുന്നു. പ്രതികളുടെ അപ്പീൽ തള്ളിയായിരുന്നു ശിക്ഷ വിധിച്ചത്. ഇതിനിടയിലാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്. അതേസമയം വിഷയത്തിൽ CPM സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെതിരെ കെ രമ രംഗത്തെത്തി. ഹൈക്കോടതി വിധി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഗവർണറെ സമീപിക്കുമെന്നും കെ രമ MLA ജനം ടിവിയോട് പറഞ്ഞു. സർക്കാർ എപ്പോഴും ഈ വിഷയത്തിൽ ടി.പി. കേസിലെ പ്രതികളോടൊപ്പമാണ്. പാർട്ടിക്ക് ബന്ധമില്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കവും എല്ലാ കാലത്തും നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ജയിലിൽ നിന്നുള്ള വഴിവിട്ട നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു നീക്കം നടന്നപ്പോൾ ഗവർണർ ആണ് അതിനെ തടയിട്ടത്. അപ്പൊ ഇപ്പം വീണ്ടും ഗവർണർ എത്തും. ഞങ്ങളിപ്പം ഗവർണറെ തൊട്ടടുത്ത ദിവസം തന്നെ പോയിട്ട് ഗവർണറെ സമീപിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ടി.പി. വധക്കേസ് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാനുള്ള സർക്കാർ നീക്കം ജയിൽ മാനുവലിന് വിരുദ്ധമാണെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. റെമിഷൻ കിട്ടാനായിട്ടുള്ള അർഹതയുള്ള ആളുകളല്ല ടി.പി. കേസിലെ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇവർക്ക് റെമിഷൻ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നത്. പരോൾ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് ഇവർക്ക് തുടർച്ചയായ നിയമലംഘനം നടത്തി എന്നുള്ളതിന് ഹൈക്കോടതിയിൽ സ്വാഭാവികമായി കൊടുത്തിട്ടുള്ളൊരു വിധി അതും നിൽക്കുകയാണ്. സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കെ രമയും UDF-ഉം. ജനം, തിരുവനന്തപുരം.